ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കുന്ന ഫിഷ് കട്ട്ലൈറ്റാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിത് എടുത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കട്ട്ലൈറ്റാണിത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ 1 കിലോ കിഴങ്ങാണ് എടുത്തേണ്ടത്. അത് നന്നായിട്ട് പീൽ ചെയ്ത് കട്ട് ചെയ്ത് നമുക്കിത് വേവിക്കണം. ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. വേവിക്കുമ്പോൾ ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് വേണം വേവിക്കാൻ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനു വേണ്ടി ഒരു 1/2 കിലോ സവാള, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 4-5 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, നമുക്ക് ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത്. പിന്നെ ഞാനിവിടെ 1 കിലോ ടൂണ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ക്യാനിൽ വരുന്ന ടൂണയാണ്. ഇത് ഓയിലായിട്ടും വെള്ളമായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കത് ഇത് ക്യാൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം നന്നായിട്ട് കളഞ്ഞെടുക്കണം. സ്ട്രെയിൻ ചെയ്തെടുത്ത് ഡ്രൈ ആക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ. ഞാനിപ്പോൾ ഇത് 180 ഗ്രാമിൻ്റെ 6 ടിന്നാണ് എടുത്തത്. അപ്പം 1 കിലോ മിച്ചമുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചോപ്പ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് പൊട്ടറ്റോയുടെ വെന്തുന്നുണ്ട്. നമുക്കത് ഒന്ന് പൊടിച്ചെടുക്കണം. കണ്ടമാനം കുഴഞ്ഞു പോകരുത്, ഇതുപോലെ പൊടിച്ചെടുക്കാവുള്ളൂ. വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് ഇതുപോലെ പൊടിച്ചെടുക്കാൻ. ഇനി നമുക്കൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ചാൽ ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കാം. അതൊരു 10-30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തിട്ട് വേണം ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ആ ഒരു ചെറിയ സ്മെല്ലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഒനിയനും പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ മുറിച്ചിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ക്രമി ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് കിടക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ അകത്തേക്കൊരു 1/2 ടീസ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഒനിയൻ ഏകദേശം ഈ പരുവാകുന്നതോടെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കണ്ടമാനം ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഈ പരുവായാൽ മതി. നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ പൊടിക്കുത്തെല്ലാം മാറുന്നത് വരെ നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് താല്പര്യം മാത്രം ചേർത്താൽ മതി. ഞാൻ ഇപ്പം നമ്മുടെ കട്ട്ലൈറ്റിന് മിക്സിന് കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തേക്കുന്നത്. അത് നിർബന്ധമൊന്നുള്ള അറിയില്ല. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന വഴറ്റി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം പൊടിച്ച് വെച്ചാണ് പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു മീഡിയം തീരുവാണ് ഇത് ചെയ്തെടുക്കാൻ. അടിയിൽ പിടിച്ച് ഇത് ആകരുത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ടൂണ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയുണ്ട് നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കി വറക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പം ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പം ഞാനിത് ടൂണ് ചേഞ്ച് ചെയ്തെടുത്താണ്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. കണ്ടമാനം പൊടിഞ്ഞു പോകരുത്. അപ്പം നമുക്ക് ടൂണ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് കഷ്ണമായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ മിക്സ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകരുത്. ടൂണ നമുക്ക് അതേപോലെ തന്നെ കിട്ടുന്ന രീതി വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം. അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂണ് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. കട്ട്ലൈറ്റിലും ജീരകപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഉണ്ട് അതിന്. അപ്പോൾ ഞാനത് കട്ട്ലൈറ്റ് ചേർക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ പൊടിയാതെ വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. മിക്സി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്യണം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 250 ഗ്രാം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. അത് മധുരമില്ലാത്ത ബ്രെഡ് ക്രംസ് ആണെങ്കിൽ അതാണ് നല്ലത്. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പം മാക്സിമം കുഴയ്ക്കാതെ വേണം മിക്സ് ചെയ്യാൻ, സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്യാൻ.
അപ്പോൾ അത് ഒന്നിച്ചിട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറവ് തോന്നുവാണെങ്കിൽ ഒന്നും അത് ടൈറ്റ്നെസ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്രംസ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് പിടിച്ച് കഴിയുമ്പം ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് ടൈറ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ടൈറ്റായിട്ട് തോന്നുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ക്രംസ് ഇട്ട് കൊടുക്കുക. ഞാൻ അറൗണ്ട് 250-300 ml ക്രംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് ടൈറ്റ് ആകുന്ന വരെ ക്രംസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഏകദേശം ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ബോൾ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടണം. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കട്ട്ലറ്റ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് ഏത് ഇപ്പം ഞാൻ ഇതിലേക്ക് ഇതുണ്ടാക്കാം. ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടി ഇവിടെ മുട്ട അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അത് ഓരോരുത്തരുടെ സ്വരത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എഗ്ഗിൽ മുക്കിയിട്ട് ക്രമ്മിൽ ചെയ്തെടുക്കുക. ഏകദേശം ഞാനിപ്പോൾ നമുക്കൊരു 30-40 വരെ നമുക്ക് കിട്ടും. ഞാനൊരു രീതിയിലാണ് ഉണ്ടാക്കിയേക്കണത്. ഞാനിപ്പോൾ 3 ഷേപ്പിൽ ഞാനിപ്പം ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അത് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. നമ്മൾ വറക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാവുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വറക്കാൻ നേരത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കണ്ടമാനം എണ്ണ ഇട്ട് കൊടുക്കരുത്. നന്നായിട്ട് ഒത്തിരി എണ്ണ ഇട്ട് കൊടുത്താലും ഇത് കട്ട്ലറ്റ് പൊട്ടിപ്പോവും. കട്ട്ലറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം പൊട്ടും, ആ രീതിയിലാവും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. അല്ലെങ്കിൽ എണ്ണ അളവ് കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇനിയൊരു മീഡിയം തീയിൽ വേണം. നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് പിന്നെ ഒരു മീഡിയം തീയിൽ വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഫുൾ ടൈം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ക്രിസ്മസ് നമുക്ക് കിട്ടത്തില്ല, ഉള്ളിൽ ശരിക്കും ആവില്ല. അപ്പോൾ നമുക്കൊരു മീഡിയം തീയിൽ ആദ്യം തീ കൂട്ടി വെച്ച് എണ്ണ ചൂടാക്കിയിട്ട് മീഡിയം തീയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫിഷ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ രീതിയിലാണ് നമുക്ക് ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.